നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? പറഞ്ഞോളൂ. ചേട്ടൻ പറഞ്ഞോളൂ. ഇന്നത്തെ വീഡിയോ ചേട്ടന്റെ വകയല്ലേ? ചേട്ടൻ പറയൂ. ചേട്ടൻ പറയുന്നില്ല, കാര്യം പറയാം. അത് ശരി, ഞാൻ ഇൻട്രോയിൽ വരുന്നില്ല. എന്റെ കോലം ശരിയല്ല, ഞാൻ കുളിച്ചിട്ടില്ല. അതാണ് കാര്യം. വീട്ടിലെ കോലം ശരിയല്ലാത്തതുകൊണ്ട് എന്നോട് ഇൻട്രോ പറയാൻ പറയാണ്. ഒരു തവളേനെ ഉണ്ടാക്കുന്ന കുറെ നാളായി പിന്നാലെ എടുക്കണം. ഏതാണ്ട് ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് സീനായിട്ട് ഇട്ടപ്പോ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂൾ കാലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് തവളേനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സൈഡ് ജോലി ആയിരുന്നുകൊണ്ട് ഇപ്പോ വീണയ്ക്ക് ഒരു സൈഡ് ജോലിയായിട്ട് തവളേനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ കണ്ടോളൂ. അതെ, ഞങ്ങളുടെ വെള്ളിയാഴ്ചത്തെ ഒരു രാവിലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ പറഞ്ഞവർക്ക് അതെ, തവളയുടെ ചാട്ട മത്സരം ഒക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ ക്ഷീണിതരായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണൂ. ചോദിച്ചവർക്കൊക്കെ സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അതിനെ പെർഫെക്റ്റ് എന്നൊന്നും പറയാനില്ല, എന്നാൽ പോലും നമുക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ, ജാനിന് അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ ജാനെ? ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ ബൈ. ചെയ്ത് നോക്കും. ഈ കളർ കൊണ്ട് അപ്പൊ ശരിയായാൽ ഒരു പിങ്ക് തവളേനെ കിട്ടില്ലേ? പീച്ച് തവളേനെ. അപ്പൊ പേപ്പർ ഇങ്ങനെ മടക്കാതെ നമ്മളൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ സാധാരണ ഒരു സ്ക്വയർ എടുക്കുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പം. സാധാരണ സ്ക്വയർ എടുക്കണേക്കാളും വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ വെറുതെ ഇതിന് ആവശ്യമില്ലാത്ത പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഡൗട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. ചേച്ചി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്കെയിൽ വെച്ച് ചെയ്താൽ മതി, ഒരു ചോദ്യം വരാം. കാരണം എനിക്ക് എന്റെ പിള്ളേരെ അറിയാലോ. സ്കെയിൽ വെച്ച് ചെയ്യുന്നതിലും വളരെ ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യാനല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഏത് സൈസ് പേപ്പർ എടുത്തിട്ടും കോണോട് കോൺ ചേർത്ത് ബാക്കി ഉള്ള ഭാഗം വളരെ കെയർഫുൾ ആയിട്ട്, വളരെ അത്യാവശ്യമുള്ള ഒരു ഭാഗമാണ് അത്. ഒട്ടും കേടുവരാതെ പതുക്കെ ഇങ്ങനെ വേദനിപ്പിക്കാതെ അങ്ങ് കീറിയെടുക്കാം. എന്നിട്ട് ഷൂന്ന് പറഞ്ഞ് കളയാം. വളരെ ഭദ്രമായി എടുത്ത് വെക്കുക. അവസാനം ആവശ്യം വരും. എന്നിട്ട് ഇത് നടുവെച്ച് മടക്കുക. എങ്ങനെ വേണമെങ്കിൽ മടക്കാം നടുവെച്ചിട്ട്. ഇതൊരു സ്ക്വയറാണ്, അപ്പൊ എങ്ങനെ ഈക്വൽ ആയിട്ട് മടക്കിയാലും നടുവെച്ച് മടക്കിയാൽ ഇങ്ങനെ ഇതല്ല. തുറന്നു നോക്കിയേ, ഒരു പുസ്തകം പോലെ മടക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് വീടുണ്ടാക്കണ പോലെ, അല്ലെങ്കിൽ വീടിന്റെ മേൽക്കൂര പോലെ ഇങ്ങനെ മടക്കുക. തുറന്നോ. വീണ്ടും താഴോട്ട്. എന്നിട്ട് അത്രയും ഭാഗം മടക്കിയതിന്റെ ഭാഗം താഴോട്ട് മടക്കിയിട്ട് വീണ്ടും ഒരു വട്ടം കൂടെ വീടിന്റെ മേൽക്കൂര പോലെ, പഴയ കാലത്ത് ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പോലെ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് തുറന്നേക്കുക. സെയിം തന്നെ അപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യാം. അതേ വീടിന്റെ മേൽക്കൂര പോലെ രണ്ട് സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിനെ താഴോട്ട് മടക്കുക, വീടിന്റെ മേൽക്കൂര പോലെ. എന്നിട്ട് അവിടെ വീണ്ടും അതുപോലെ തന്നെ മടക്കി അത് ക്രിയേറ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോൾ ഇത് വേണ്ട, നടുക്കൊരു സ്ക്വയർ ഉണ്ട്. ഒന്നുകൂടെ തുറന്നു വെക്കണ്ടേ? എന്നിട്ട് ഫുള്ളായിട്ട് തുറക്കുക. തുറക്കുമ്പോഴും നടുക്ക് ആ സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ, ഒന്നും പറ്റാത്ത സ്ക്വയർ, ഇൻടാക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ. എന്നിട്ട് തുറന്നിട്ട് ഈ ഭാഗം നമ്മൾ മടക്ക് വീണ ഭാഗത്ത് താഴോട്ട് ഇതുപോലെ മടക്കുക, രണ്ട് ഭാഗം. എന്നിട്ട് ഈ ചുണ്ട് പോലെ ഇരിക്കുന്നത്, ഇത് കണ്ട ചുണ്ട് പോലെ ഇരിക്കുന്നത്, അതിനെ അവിടോട്ട് നന്നായിട്ട് വേണ്ട. വീണ്ടും ഒരു ട്രയാങ്കിളായി മേലത്തെ ഭാഗത്ത്. നമ്മൾ നേരത്തെ മടക്കിയതിന്റെ പണികളാണ് ഇപ്പോൾ വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിലും ഇത് നേരിട്ടും ചെയ്യാം, പക്ഷെ അപ്പോൾ ഈ മടക്കുകൾ ഉള്ളതുകൊണ്ട് ദാറ്റ് മേക്സ് ഇറ്റ് കുറച്ച് ഈസിയാവും. ഇത് ചുണ്ടുപോലെ അതിനെ പരത്തി അങ്ങ് മടക്കി താഴോട്ട് പ്രസ് ചെയ്തിട്ട് വീണ്ടും അതിന് ട്രയാങ്കിൾ ആക്കി അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുണ്ട്, ഇവിടെ ഒരു സ്ക്വയർ, പുറം ഭാഗം കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. ശരിക്കൊരു സ്ക്വയർ രൂപപ്പെട്ടു. ഇവിടെയും സ്ക്വയർ ആണ്, പക്ഷെ ഇങ്ങനെ
2 സാധനങ്ങൾ പുറത്തോട്ട് കയറും. അതാണ് നമ്മുടെ തവളയുടെ ഉണ്ടാകാൻ പോകുന്ന തവളയുടെ കാലുകൾ. എങ്ങനെ മടക്കി കൊടുത്തു. പിന്നെ എടുത്തെടുത്ത് കാണിക്കണ്ടല്ലോ. ഇതും ഇങ്ങനെ മടക്കി കൊടുത്തു. എന്തായി? 2 കാലുകളായി, മടക്കുകളായി. കാലുകൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നു. ശരി. അത് ഇങ്ങനെ അതിന്റെ പകുതി വെച്ച് തിരിച്ചു വെച്ചു കൊടുത്താൽ കാലേ ഒരു കാല്. തവളയ്ക്ക് എത്ര കാലുണ്ട്? 4 കാല്. കളി പോയി ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം. കളി ഷാപ്പിൽ ചോദിച്ചാൽ 2 കാല്. അപ്പൊ തവളയുടെ കാലുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. തവളക്കാല് റെഡി ആയിട്ടുണ്ട്. തവളക്കാലുകൾ ഉണ്ടാക്കി, തവളക്കാല് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് മുകളിലെ തവളയുടെ മുൻകാലുകളുടെ ഭാഗത്ത് ഇങ്ങനെ ഹാഫായി മടക്കി കൊടുക്കുക. അതായത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന പോലെ, അവിടെ ഒരു ആംഗോണിച്ച് വരുന്ന പോലെ. വേണ്ട, തവളയുടെ മുൻഭാഗത്തെ കാലുകൾ, ഇത് പിൻഭാഗം. കൃത്യമായില്ലേ? ഇനി തവളയ്ക്ക് ഇവിടെ ഒരു നടുണ്ട്, അതായത് മിഡിൽ പോർഷൻ. അത് ഇങ്ങനെ നടു ഒടിച്ചു കൊടുക്കുക തവള ബാക്കിലേക്ക്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് ക്ലിയറാക്കി ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു പോർഷൻ ഫോം ചെയ്തു, അവിടെ അതിൻ്റെ മടക്ക് ഫോം ചെയ്തു. എന്നിട്ട് ഈ നടുവിനും ഈ ഭാഗത്തിനും ഇടയിൽ ഒരു മടക്ക് കൂടെ ഇടണം. അപ്പൊ ഇത് ഇങ്ങനെ ഔട്ടിലോട്ട് നിൽക്കുന്ന മടക്ക്, ഇത് ഉള്ളിലോട്ട് നിൽക്കുന്ന മടക്ക്. അതിന്റെ ഉള്ളിലൊരു മടക്ക് ഇങ്ങനെ മടക്കുക. ആ ഭാഗം മാത്രം ഇതിന്റെ രണ്ടിലത്തെ ഇടയിൽ ഉള്ളിലോട്ട് നിൽക്കുന്ന ഒരു മടക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ തുറന്നു. ഈ ഭാഗം, അടിഭാഗം മുകളിലോട്ട് മടക്കി അതിനുള്ളിലോട്ട് മുകളിലത്തെ 2 പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മുകളിലത്തെ മടക്കിന് അത് എഫക്റ്റ് ചെയ്യില്ല, പക്ഷെ ഉള്ളിലത്തെ മടക്കിന് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യം മടക്കിയതുകൊണ്ട് ഈ മടക്ക് ഒന്ന് ഈസിയാവും. അത് കഴിഞ്ഞ് വരുമ്പോൾ മടക്കുള്ള തവളയായി അത് രൂപാന്തരപ്പെട്ടു. എന്നിട്ട് വീണ ചടിച്ചോ. തവളനെ ഞെക്കിപ്പിഴിയല്ല, ഇങ്ങനെയാണ് തവളനെ ചാടിച്ചതല്ല, ഞാൻ പ്രസ് ചെയ്ത് കൊടുത്താണ്. ആ മടക്കിലാണ് തവളയുടെ ചാട്ടം. അത് 5-6 തവളനെ അങ്ങനെ നേരത്തെ നോക്കിയ തവളകൾ മത്സരിക്കാൻ പോകുന്നു. 7 തവള അതിനെ ഇതിനൊന്ന് ശരിയാക്കി കൊടുത്താൽ ഇത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ എന്റെ തവളയും ചാടൂടാം. നീ ഉണ്ടാക്കിയ തവള ഒരു കാലത്ത് ചാടും. ഭംഗി ക്യൂട്ട് അതാണ് കേട്ടാ, അത് വേറെ കാര്യം. ക്യൂട്ടാണ്, പക്ഷെ ഉണ്ടാക്കുന്ന പ്രിൻസിപ്പിൾ ശരിയായി. അതാണ് അത് ചാടാത്ത. മനസ്സിലായി? ചാടാൻ അതിന് കുറച്ച് നട്ടലിനരികില്ലാത്ത തവളകളുടെ ചാട്ടം വളരെ സ്ത്രൈണമായിരിക്കും. പിന്നെ ആണുങ്ങൾ ചാടുന്ന പോലെ പെണ്ണുങ്ങൾക്ക് ചാടാൻ പറ്റും. മീ ടു ക്യാമ്പയിനിൽ എന്നെ പെടുത്തു സ്ത്രൈണമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ മത്സരം ആരംഭിക്കുകയായി. മത്സരം ആരാണ് ആദ്യം? ഇത് ഞങ്ങൾ അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് അറിയുക. കണ്ട, അത് കമന്നടിച്ച് വീട് നോക്കിയേ. എന്റെ തവള ഒരിക്കലും കമന്നടിച്ച് വീടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. കണ്ടാ, അത് എല്ലാ കമന്നടിച്ചു വിടും, പക്ഷെ എന്റെ മാത്രം കമന്നടിച്ചു വിടില്ല. എന്റെ തവള എന്തൊരു പാവം കുട്ടിയാന്ന് നോക്കി. അത് ഒരു
ഇത് കുറവുണ്ട് ഇവിടെ. നീയല്ലേ ഉണ്ടാക്കിയത്, അതിന്റെ കുറവുണ്ട്. ഒരു ഇത് കുറവുണ്ട്. ഒരു ഇതല്ല, പലതും കുറവുണ്ട്. പക്ഷെ ക്യൂട്ടാണ്. എന്റെ തവള കുറച്ച് വൃത്തിയൊക്കെ കുറവുണ്ടെങ്കിലും ചാട്ടത്തിൽ ആഗ്രഹം. ആഹാ എന്താ പോക്ക്. ഞാനിപ്പോ ശരിയാക്കി തരാം. എന്ത് ശരിയാക്കി തരാന്ന്? ചാട്ടും. ചാട്ടും. അങ്ങനെ വീണയുടെ തവളയുടെ അംഗഭംഗം മാറ്റി വീണയുടെ തവള ചാട്ടത്തിന് തയ്യാറായിരിക്കുന്നു. അതെ, വീണയുടെ തവളയും കമന്നടിച്ച് വീഴാൻ തുടങ്ങുന്നു. നേരെ ചാടുന്ന തവളകളെ ഉണ്ടാക്കാൻ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടി സുന്ദരിയും സുന്ദരനുമായ കുറെ സുശീലന്മാരായ തവളകളെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും. വണക്കം. തവള വണക്കം. ബൈ. പണ്ട് നമ്മള് പ്ലെയിൻ ഉണ്ടാക്കാൻ തരുന്നില്ലേ? ആമ്പിള്ളേർക്ക് പ്ലെയിൻ ഉണ്ടാക്കില്ല കുറച്ച് കൂടുതൽ. നിങ്ങൾ ആമ്പിള്ളേര് ഉണ്ടാക്കിട്ട് പെമ്പിള്ളേരെ മേലിക്ക് പറത്തലായിരുന്നു ജോലി. ഞങ്ങൾക്ക് പണിയൊന്നും ഉണ്ടായില്ല. ജോഷിക്ക് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് അതിനൊന്നല്ല. നമുക്ക് ശരിക്കും ഒരു യെല്ലോ പേപ്പറിൽ ചെയ്യാം. അപ്പൊ മഞ്ഞത്തവളനെ തന്നെ ഉണ്ടാക്കണോ നിർബന്ധമില്ലേ? വെള്ളത്തവളയുണ്ട്. ഇല്ല, വെള്ളത്തവള ഇല്ല. ശ്രീദേവി ആന്റി സ്വരം തരാണ്ടാണ് ഓരോരുത്തര് കുത്തിപ്പിടിച്ച് പോകുന്ന തവളനുണ്ടാക്കി. പിന്നെ ഒരാള് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കണോ? അതാണ് എന്റെ ഒരു പോളിസി.